إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثاركم وكل شيء أحصيناه في إمام مبين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയുന്ന വിശുദ്ധരായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിളയനുസരിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ അമൂല്യ ആയുസ്സിനെ, നിമിഷങ്ങളെ പരലോക മോക്ഷത്തിന് വേണ്ടി പക്വമായി ഉപയോഗപ്പെടുത്തുന്ന ഉത്ബുദ്ധരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 12-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികൾ എന്ന നിലക്ക് വളരെ കുറഞ്ഞ ഈ കാലയളവിലെ ജീവിതം കൊണ്ട് മരണാനന്തരം, മരണത്തിന് ശേഷം തുടങ്ങുന്ന അനശ്വരമായ ജീവിതത്തിലേക്ക് വേണ്ട സമാധാനം, സ്വസ്ഥത സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ്. അപ്പോൾ മരണാനന്തര ജീവിതം ഉറപ്പാണ്, അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ രണ്ടാമതായി അല്ലാഹ് പറയാണ് വനക്തുബു മാ ഖദ്ദമു, നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് പോലും രേഖപ്പെടുത്തപ്പെടാതെ ഉച്ചരിക്കാൻ സാധ്യമല്ല എന്നാണ്.
എല്ലാ കാര്യങ്ങളും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണു അളവ് നന്മ ചെയ്താൽ അതവൻ കാണും. ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും, അതും അവൻ കാണാനുള്ളതാണ്. വിചാരണയ്ക്ക് വേണ്ടി വിധേയമാക്കാൻ, വിചാരണയുടെ സന്ദർഭത്തിൽ പഴുതടച്ച് നീതിയുക്തമായി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്താൻ ഈ ലോക ജീവിതത്തിലെ എല്ലാ സമയ സന്ദർഭ നിമിഷങ്ങളെയും അവസരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. വനക്തുബു മാ ഖദ്ദമു വആസാറക്കും, അതിനുശേഷം പറയുന്നതാണ്. വാസാറക്കും, നിങ്ങൾ മരിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് പറയാണ്. ഈ ദുനിയാവിൽ ഒരു മുസ്ലിം ദുനിയാവിൽ നിന്ന് മരിച്ച് പിരിയുന്നതോടുകൂടി പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ട് നമ്മുടെ ആത്മാവ് ആത്മീയ ലോകത്തിലേക്ക്, ബർസഖിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിന് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചായിരിക്കണം നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടത്. അങ്ങനെയുള്ള പല കർമ്മങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കർമ്മമാണ് സദഖ ജാരിയ, വഖഫ് എന്നൊക്കെ പറയുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിവാദങ്ങളും വിഷയങ്ങളും പല വിവാദങ്ങൾക്കിടക്ക് സമർത്ഥമായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ പല അർത്ഥത്തിലുമുള്ള സാധ്യതകൾക്ക് അവസരം നൽകുന്ന അനശ്വര ദാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൈപ്പിടിയിൽ ആദിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭേദഗതികളും ബില്ലുകളുമൊക്കെ അവതരിക്കപ്പെട്ട പശ്ചാത്തലത്തിലുമാണ് നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ചക്കെടുക്കുന്നത്. ആദ്യം വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇതിനെ പ്രതിരോധിക്കുമ്പോൾ അഥവാ വഖഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വലിയ സമ്പത്തിലേക്ക് കൈക്കടത്തൽ നടത്തുന്ന സമയത്ത് പൂർവ്വസൂരികളായ ആളുകൾ ഈ സമുദായത്തിൻ്റെ, മനുഷ്യരുടെ, സമസൃഷ്ടികളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്തിൻ്റെ നല്ല ഒരു വിഹിതം നീക്കിവെച്ച് മാതൃക കാണിച്ച് പോയി എങ്കിൽ അവരുടെ ബർസഖിലേക്ക് അവരുടെ നിയ്യത്തനുസരിച്ചുകൊണ്ട് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള അവസരങ്ങൾ ജീവിച്ചിരിക്കുന്ന നമ്മളും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളുമൊക്കെ സൂക്ഷ്മതാബോധത്തോടെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയും വേണം. അതിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിന്, അതാണ് പറഞ്ഞു വന്നത്, സമാധാനം ലഭിക്കുന്ന, കുളിർമ ലഭിക്കുന്ന എന്തൊന്നാണ് ഈ മേഖലയിൽ നമ്മൾ നീക്കിവെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് വാസാറക്കും എന്നതുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ശേഷിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സ്വത്തും സന്താനങ്ങളുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ. എത്ര ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, അപകടങ്ങൾ കാണുന്നു. പല ആളുകളുടെയും വേർപാടുകൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ, അതൊക്കെ ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു തുണ്ട് ഭൂമി പോലും കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ എന്താണ് പിന്നീട് കൊണ്ടുപോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഖൈറുൻ ഇൻദ റബ്ബിക വസവാബൻ. ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ സവിധത്തിൽ നിനക്ക് ഖൈറായിത്തീരുന്നത്, പിന്നീട് നിനക്ക് പ്രതീക്ഷ നൽകുന്നതും അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെയും അറിയിക്കുകയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا مات الإنسان انقطع عمله إلا من ثلاث. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു, അവൻ്റെ കർമ്മങ്ങളിൽ നിന്നും കർമ്മമേഖലകളിൽ നിന്നും ഒക്കെ പിന്നെ അവൻ മുറിയുകയാണ്, വേർപെടുകയാണ്. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങൾ അവർക്ക് ലഭിക്കും. ഈ ഹദീസ് അനുസരിച്ച് റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത്, അതിലൊന്ന് സദഖത്തിൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സദഖയാണ്, ദാനധർമ്മമാണ്. 2 ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് കുടുംബത്തിലെ മക്കളോട്, മറ്റുള്ളവരോട്, ദഅവാ മേഖലകളിൽ
നല്ല നല്ല അറിവുകൾ പങ്കുവച്ചിട്ടുണ്ട് എങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാരവും നന്മയും രൂപപ്പെടുന്ന ഒരു സാധ്യതകൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ആ അറിവ് നമ്മുടെ ബർസഖിൽ മരണാനന്തര ജീവിതത്തിൽ തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംസ്കാര സമ്പന്നരായ സന്താനങ്ങൾ. അല്ലേ, മക്കളുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കും, മക്കൾ നമുക്ക് കുളിർമയുമാണ്. പക്ഷേ വലദിൻ സ്വാലിഹിൻ, എങ്ങനെയെങ്കിലും ഒരു സന്താനം ഉണ്ടായിട്ട് കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാലും മരിക്കുന്നതിൻ്റെ മുമ്പും നമുക്ക് അസറ്റായി മാറുന്ന ആ ഒരർത്ഥത്തിലെല്ലാം അഭിമാനം കൊള്ളാവുന്ന സന്താനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് മുൻകാല പ്രവാചകന്മാരും മുൻഗാമികളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ അള്ളാഹുവേ സന്താനത്തെ നൽകണം എന്നല്ല അവർ പറഞ്ഞത്, മറിച്ച് വലതുൻ സ്വാലിഹ്, സ്വാലിഹായ സന്താനം സ്വാലിഹായില്ലെങ്കിലുള്ള പ്രയാസം പറയേണ്ടതില്ല. അങ്ങനെയെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സന്താനങ്ങളുടെ പ്രാർത്ഥനയിൽ ലഭിക്കുകയാണ്. ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ വിഷയം സദഖത്തിൻ ജാരിയ, അതിനാണ് ഹദീസുകളിൽ ആ പദം അഥവാ നമ്മൾ ഇന്ന് വഖഫ് എന്ന പദത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന അതിന്റെ ആശയമാണ് ഹദീസിൽ വന്ന സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന. ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫല സാധ്യതയുള്ള സദഖ നമ്മൾ നിർവഹിക്കണം. അതാണ് പൂർവ്വസൂരികൾ നിർവഹിച്ചത്. ഇസ്ലാമിക ചരിത്രത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, ഇസ്ലാമിക ഉമ്മത്തിന്റെ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയാ, പ്രവാചകരെ, എനിക്ക് ഖൈബറിൽ നിന്ന് കുറച്ച് ഭൂമി ലഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മൂല്യവത്തായ നല്ല ഒരു ഭൂമിയായി ഞാൻ കണക്കാക്കുകയാണ്. ഞാനതെന്ത് ചെയ്യണമെന്ന്, അനശ്വരമായ നന്മക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ എന്താണ് ഞാൻ അസറ്റ് ചെയ്യേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്ത് പ്രവാചകൻ പ്രതിവചിച്ചത്, അങ്ങനെയെങ്കിൽ നീ ആ ഭൂമിയെ നിലനിർത്തുക. അല്ലേ, ആ ഭൂമിയെ നിലനിർത്തുക, വഖഫാക്കുക എന്ന് പറയാൻ. വഖഫാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിർത്തുക. വഖഫ എന്ന് പറഞ്ഞാൽ നിർത്തി എന്നാണ്. ഖിഫ് എന്ന് പറഞ്ഞാൽ നിൽക്ക് എന്നാണ്. വഖഫ എന്ന് പറഞ്ഞാൽ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ സദഖ ജാരിയായി ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഭൂമിയാകാം, അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളാകാം, ബിൽഡിങ്ങുകളാകാം, മറ്റ് എന്ത് അസറ്റുകളായിരുന്നാലും ആ അസറ്റ്, ആ ഭൂമി നിർത്തുകയും അതിൽ നിന്ന് ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങളെ, അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദായങ്ങളെ സമൂഹത്തിന്റെ വിശ്വാസികളുടെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിയ്യത്താക്കുക. ഇതിനാണ് വഖഫ് എന്ന് പറയാം. ആ വഖഫിന് ഒരുപാട് ഇനങ്ങളും മേഖലകളും സാമ്പത്തികമായിട്ടുള്ള വ്യത്യസ്ത തരങ്ങളുമൊക്കെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് കൽപ്പിച്ചത്, നീ അത് ചെയ്തോ എന്ന്. നീ അത് ചെയ്ത് ഈ സമൂഹത്തിന്റെ നന്മയിൽ പങ്കാളിയായി മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ നിനക്കതിനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയാണ്. അതിൽ ദരിദ്രര്, കുടുംബ ബന്ധുക്കൾ, മോചനം ആഗ്രഹിക്കുന്ന അടിമകൾ, യാത്രക്കാർ, അതിഥികൾ എല്ലാവർക്കും ഉപകാരപ്പെടും വിധത്തിലാകട്ടെ അത് എന്ന് അറിയിക്കുകയാണ്. ഇങ്ങനെ വിവിധോദ്ദേശ പ്രകാരമാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ വഖഫ് ചെയ്തത് അഥവാ സദഖ ജാരിയക്ക് നിയ്യത്താക്കിയ ഭൂമിയുടെ മുത്തവല്ലിയായി ചുമതല നൽകിയത് മകളായിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ, ചരിത്രത്തിൽ ആദ്യത്തെ മുത്തവല്ലി എന്ന് പറയാം. ആ മുത്തവല്ലിയുടെ സ്ഥാനമാണ് ഇന്ന് വഖഫ് ബോർഡുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതിലേക്ക് വരാം. ഏതായിരുന്നാലും ഇങ്ങനെ നിലനിൽക്കുന്ന പ്രതിഫല വിഷയത്തിൽ, സൽക്കർമ്മ വിഷയത്തിൽ ഇസ്ലാമിക ഉമ്മത്തിലെ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ നിന്ന് മാത്രവുമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജലക്ഷാമം ഉണ്ടായപ്പോൾ റൂമ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ ഒരു കോരി വെള്ളത്തിന് ദിർഹമുകൾ നിശ്ചയിച്ചുകൊണ്ട് വിലപേശി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാത ക്ലാസ്സിൽ ആരെങ്കിലും റൂമ കിണർ വാങ്ങി ദാനം ഇസ്ലാമിക ഉമ്മത്തിനും സമൂഹത്തിനും വേണ്ടി ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു കൊച്ചു തടാകം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓഫിറ, അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പറയാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റൂമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ കിണർ വിൽക്കാൻ തൽപരനാണോ? ഞാനത് ഏറ്റെടുക്കാൻ സന്നദ്ധാണ്. മനസ്സിലായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനാണ് എന്ന്. വലിയ വില പറയാൻ, 35,000 ദിർഹം പറയാൻ.
അഥവാ ഇന്നത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എന്നൊക്കെ പറയാൻ പറ്റുന്ന വലിയ വിലയാണ് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വില കൊടുത്തു വാങ്ങുകയാണ്. എന്നിട്ട് ആ സമൂഹത്തിന് വേണ്ടിയിട്ട് അത് ദാനം ചെയ്യുകയാണ്. കുടിക്കുന്ന കാലമത്രയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ആ പ്രതിഫലം ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. അഥവാ തനിക്ക് സാമ്പത്തിക സാധ്യത ഉണ്ടാകുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ നിലനിർത്തി ഈ ലോകത്തോട് വിട പറയാം, മറ്റുള്ളവർക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം കാംക്ഷിച്ച്. വഖഫ് എന്ന് പറഞ്ഞാൽ അതാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അള്ളാന്റെ മാർഗത്തിലാണ്ട് ചെലവഴിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. അതിന്റെ ഉപഭോക്താക്കളാകാം ആർക്കും, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പിന്നീട് ആ സമ്പത്തിന്റെ ഉടമ എന്ന് പറയുന്നത്. അബൂ ത്വൽഹത്തുൽ അൻസാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഓടി വരിക. എന്താ ഓടി വരാനുള്ള കാരണം? 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിൽ ഒരു സൂക്തം അവതരിക്കുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധ്യമല്ല. നമ്മളൊക്കെ പല പുണ്യങ്ങളും ആർജിച്ചെടുക്കുന്നുണ്ട്, പല അനുഷ്ഠാന മുറകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ സൂറത്ത് ആൽ ഇംറാനിലെ ഈ സൂക്തത്തിലൂടെ പടച്ച റബ്ബ് ഒരു പുണ്യത്തെക്കുറിച്ചുള്ള അറിയിപ്പും ആഹ്വാനം നടത്തുകയാണ്. അത് കേട്ടിട്ടാണ് സഹാബികൾ പ്രവാചക സന്നിധിയിലേക്ക് വന്നത്. അതിൽ മുൻകടന്ന് വന്ന അബൂ ത്വൽഹത്തുൽ അൻസാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ചോദിക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർവഹിക്കേണ്ട പുണ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയില്ല, പുണ്യം നേടാൻ സാധിക്കയില്ല എന്നാണല്ലോ സൂക്തം പറഞ്ഞത്. താങ്കൾ വിശ്രമിക്കുന്ന, താങ്കൾ കയറി ഈത്തപ്പഴം കഴിക്കുന്ന, ജലം കുടിക്കുന്ന ആ ബൈറൂഹ തോട്ടമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞാൻ തീർച്ചയായും അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന്. ആ സമയത്ത് പ്രവാചകൻ പ്രതികരിച്ചു, ദാലിക മാലുൻ റാബിഹ്, അതൊരു ലാഭമുള്ള സമ്പത്താണല്ലോ, ലാഭമുള്ള കച്ചവടമാണല്ലോ നീ ആ നിർവഹിക്കുന്നത് എന്ന്. നമ്മൾ ലാഭത്തിൻ്റെ കണ്ണിലും കണക്കിലുമൊക്കെ പല കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താറുണ്ട് എങ്കിൽ നമ്മൾ ഭൗതിക പ്രധാനമായിട്ട് നമ്മുടെ കച്ചവട ബിസിനസ് മേഖലകളിലും ജോലി തിരക്കുകളിലുമൊക്കെ സാമ്പത്തിക നീക്കുപോക്കുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലാഭങ്ങളെക്കുറിച്ചുള്ള ചർച്ച മരണത്തോടുകൂടി അവസാനിക്കാനുള്ളതാണ്. എന്നാൽ വിവേകത്തോടുകൂടി ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടും ചില ആസൂത്രണങ്ങൾ നടത്തുന്നവനാണ് എന്ന്. മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ലോകത്ത് അധ്വാനിച്ച എൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് എനിക്ക് ആശ്വസിക്കാനും ആനന്ദിക്കാനും കഴിയണമെന്ന ആത്മീയ ബോധം നമുക്കുണ്ട് എങ്കിൽ അല്പം നീക്കിവെക്കും, മുൻഗാമികൾ നീക്കിവെച്ചതുപോലെ. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്, അബൂ ത്വൽഹത്തുൽ അൻസാരി നിർവഹിച്ചത്. ആ ആയത്തിന്റെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദാംശങ്ങൾ തഫ്സീറുകളിൽ കാണാം. 19ഓളം സഹാബികൾ വന്നുകൊണ്ട് എന്താണോ അവരെടുത്ത് അവർ ഇഷ്ടപ്പെട്ടത് എങ്കിൽ ആ ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ വരെ നൽകി എന്നാണ്. വലിയ സമ്പന്നല്ല, എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കാൻ സന്നദ്ധമായി എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇനി സഹാബികൾക്ക് ശേഷവും ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ ഈ 14 നൂറ്റാണ്ടുകൾക്കുള്ള ചരിത്രങ്ങളിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ, മുഅ്മിനാണോ മുഅ്മിനത്താണോ എന്ന വ്യത്യാസമില്ലാതെ തന്നെ ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീകൾക്കൊക്കെ യൂറോപ്പിലെ സാമ്പത്തിക ഇടപാടുകൾ അവരെ വിലക്കിയ കാലത്ത് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്ന മുസ്ലിം സ്ത്രീകൾ വഖഫുകൾക്ക് മത്സരിക്കുകയായിരുന്നു എന്ന. എത്രയാ അവർ കൊടുത്ത കണക്ക്? 2500ഓളം രേഖകൾ ഉസ്മാനി ഖിലാഫത്തിന്റെ സമയത്ത് 2500ഓളം മഹദികളുടെ വഖഫ് രേഖകൾ ലഭ്യമാണ് എന്നാണ്. എത്രയെത്ര ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇനി ഒട്ടോമൻ ഭരണകാലത്ത്, ഉസ്മാനിയ ഖിലാഫത്ത്, അതിനു മുമ്പുള്ള ഖിലാഫത്ത്, അതേപോലെ തന്നെ സഹാബികളുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണോ സദഖാ ജാരിയ എന്ന നിലക്ക്, വഖഫ് എന്ന നിലക്ക് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്? അത് മാത്രമല്ല, ഇന്നും നിരവധി ആളുകൾ നമുക്കിടക്ക് വഖഫ് നിയ്യത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അബൂ ത്വൽഹത്തുൽ അൻസാരിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ പഠിച്ച ഒരു വലിയ ഒരു മനുഷ്യൻ സൗദി അറേബ്യയിലെ അൽ ഖസീമിൽ, എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് സുലൈമാൻ അർ-റാജി എന്നാണ്. സുലൈമാൻ അർ-റാജി ദരിദ്രനായി ജനിച്ച് സമ്പന്നനായി മാറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ അൽ ഖസീമിലെ തോട്ടം 2 ലക്ഷത്തിലധികം ഈത്തപ്പനകളുള്ള തോട്ടാണ്.
2 ലക്ഷത്തിലധികം ഈത്തപ്പനകളുള്ള തോട്ടം, 45-ലധികം ഇനങ്ങൾ ഈത്തപ്പഴങ്ങൾ ലഭിക്കുന്ന തോട്ടം, പ്രതിവർഷം 10,000 ടണ്ണിലധികം ഉൽപാദനമുള്ള ഈത്തപ്പഴത്തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ, സദഖ ജാരിയാക്കി അത് മാറ്റുകയാണ്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദായം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകൾ എടുക്കപ്പെടുകയാണ്. അഗതികൾക്കും അവശരായ ആളുകൾക്കുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കപ്പെടുക, അനാഥകളെ പരിപാലിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കപ്പെടുന്നു. ദഅവാ സെന്ററുകളും ദഅവാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റാജി തന്നെ പറയുക, എൻ്റെ സമ്പത്ത് വലിയ സമ്പന്നനായി തീർന്നപ്പോൾ 50%, എൻ്റെ സമ്പത്തിൻ്റെ 50% മക്കൾക്കും ഭാര്യക്കും കുടുംബ ബന്ധുക്കൾക്കും, 50% സമൂഹത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ് എന്ന് നോക്കൂ. അപ്പോൾ ലഭിച്ച 2 ലക്ഷത്തിലധികം ഈത്തപ്പനകൾ കൊണ്ട് സമ്പന്നമായൊരു തോട്ടം അള്ളാന്റെ മാർഗത്തിലേക്ക് വഖഫാക്കി സദഖയാക്കി, അതിൽ നിന്ന് ലഭിക്കപ്പെടുന്ന ഈത്തപ്പഴം മക്കയിലെയും മദീനയിലെയും ഇഫ്താറിൻ്റെ സമയത്തും അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഉപയോഗപ്പെടുത്തി പുണ്യം വാരിക്കൂട്ടുന്ന മനുഷ്യർ നമുക്കിടക്കുമുണ്ട്, ഈ ആധുനിക കാലത്തുമുണ്ട്. വയനാടിൽ ദുരന്ത ഭൂമികയിൽ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ ഭൂമിയുടെ ആധാരവുമായി പല ആളുകളും വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, ആ കാഴ്ചയിൽ നമ്മൾ അഭിമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ ഒരു ഓരം ചേർന്ന് നിൽക്കാനെങ്കിലും സമ്പത്തിൻ്റെ ചെറിയ വിഹിതം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് നിർവഹിക്കാൻ വയനാട്ടിലേക്ക് ചുരം കയറി ആവോളം ഓഫറുകൾ ലഭിച്ച സ്ഥലത്തേക്ക് പോകണമെന്നില്ല, മറിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു 400-500 സ്ക്വയർ ഫീറ്റിൽ ഒരു കൂര വെക്കാൻ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു 4-5 സെന്റോ ഒന്ന് വഖഫ് ചെയ്തു കൊടുത്താൽ ആ കുടുംബം അതിൽ ആസ്വദിച്ച് സമാധാനിച്ച് അങ്ങനെ കഴിയുന്ന കാലം അത്രയും നമ്മൾ മരിച്ചു പിഴിഞ്ഞാലും നമുക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം എത്രയാ? എന്നോ ഏക്കറും 10 ഏക്കറും 15 ഏക്കറൊക്കെ വിട്ടേച്ചുകൊണ്ട് മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ ആ വാപ്പാന്റെ സമ്പത്തിന് വേണ്ടി മക്കൾ തമ്മിലടിക്കുന്ന, അനന്തരാവകാശികൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര അനുഭവങ്ങളാ. ഒരു 10 സെന്റ് അങ്ങ് നീക്കി വെച്ച് കഴിഞ്ഞാൽ പാലിയേറ്റീവ് ക്ലിനിക്കുകൾക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് വേണ്ടി, കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉമ്മ മരിച്ചൊരു സഹാബി വന്ന് ചോദിക്കുകയാണ് പ്രവാചകനോട്, ഉമ്മ മരിച്ചു, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോന്ന്. ആ സമയത്ത് പറഞ്ഞത്, ഉമ്മാക്ക് വേണ്ടിയിട്ട് നീ ഒരു കിണർ കുഴിച്ചോന്ന്, ഒരു കുടിവെള്ള പ്രൊജക്റ്റ് നടപ്പിലാക്കിക്കോന്ന. പ്രവാചകന്റെ ഹദീസുണ്ട്, ഖൈറു സദഖ സുഖിയൽ മാ, സദഖയിൽ മികച്ചതായി നിൽക്കുന്നത് ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുക എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക. അതുകൊണ്ട് ആറബികളൊക്കെ ആഫ്രിക്കയിലും നമ്മുടെ പല പ്രദേശങ്ങളിലുമൊക്കെ മസ്ജിദ് എടുക്കാനും കുടിവെള്ള പ്രൊജക്റ്റിനുമൊക്കെ പണം അവരിറക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? നമ്മളെക്കാളും സമ്പത്ത് കുറഞ്ഞ ആളുകളുമായിരിക്കും ആ ചെയ്യുന്നത്. പല അറബികളും മസ്ജിദ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ പല മഹലിൽ നിന്ന് ആളുകൾ ചെല്ലുക, ഞങ്ങൾക്ക് കൂടി ഒരു പള്ളി ഉണ്ടാക്കാൻ ഇപ്പോൾ ഫണ്ട് തരണമെന്ന്. ആ സമയത്ത് അറബി പ്രതികരിക്കുകയാണ്, എനിക്ക് അനന്തര സ്വത്തായിട്ട് വാപ്പയിൽ നിന്ന് ഒരു താമസ സ്ഥലത്തിൻ്റെ ഒരു ഷക്ക, ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയിരുന്നു, അതല്ലാത്തതും കിട്ടിയിരുന്നു. ഒന്നിൽ ഞാനും കുടുംബവും താമസിക്കുകയാണ്, മറ്റൊന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ വാടക സ്വരൂപിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ പള്ളി എടുക്കാൻ എൻ്റെ വിഹിതം നീക്കിവെച്ചത്. ഇനിയും ഞാൻ നൽകാം, പക്ഷേ നിങ്ങൾ കുറച്ച് വർഷം കാത്തിരിക്കണം. കാരണം ഒരു മസ്ജിദ് എടുക്കാനുള്ള ഫണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാം, നൽകാമെന്ന് പറയാം. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അതാണ് അവരെ പ്രചോദിപ്പിച്ചത്. ഈ ഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീടെടുത്തു കൊടുത്ത സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ എടുത്തു കൊടുക്കുന്ന ആൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വീട് കൊടുക്കുന്നതാണ്. നമ്മളൊരു പള്ളി പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും പള്ളി പരിപാലനത്തിനൊന്ന് അറിഞ്ഞു കൊടുത്തൂടെ? നമുക്ക് എടുക്കപ്പെടുന്ന പള്ളിയുടെ ഒരു 10 ചാക്ക് സിമന്റ് നമുക്ക് ഓഫർ ചെയ്തുകൂടെ? ആരാണ് ഈ സമ്പാദിച്ചതായിട്ടെല്ലാം പോകുന്നത്? ഒരാൾക്കും പോകാൻ കഴിയില്ല എന്ന് പുതിയ കാല നിസ്സഹായ നിമിഷങ്ങൾ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്ബുദ്ധരാകുക നമ്മൾ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമൂഹിക ബോധത്തിൻ്റെ, സമ്പത്തിൻ്റെ വിനിമയത്തിൻ്റെ, വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് സമ്പത്ത് സഞ്ചരിക്കുന്ന വഖഫിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ യഥാവിധി പാലിച്ചുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ,
അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു വിശ്വാസപരമായും കർമ്മപരമായും വൈജ്ഞാനികമായും സദാചാര രംഗത്തുമൊക്കെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ ആത്മീയ അന്തസ്സും പ്രതിഫല സാധ്യതയും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയത്തിൻ്റെ പൊരുൾ, അല്ലെങ്കിൽ എന്താണ് ആ വിഷയം, അതിൻ്റെ പ്രശ്നവും, വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കപ്പെടുകയാണ്. അത് പാർലമെൻറ്റിൽ പാസ്സാക്കി. പക്ഷേ പണ്ടത്തെ പോലെ അല്ലാത്തത് കൊണ്ട് JPCക്ക്, ജോയിൻ്റ് പാർലമെൻറ്റ് കമ്മിറ്റി, സംയുക്ത പാർലമെൻറ്റ് സമിതിക്ക് വിട്ടിരിക്കുകയാണ്. 1954 പാർലമെൻറ്റിൽ നിന്ന് വഖഫിന് ഒരു സ്ഥിര നിയമം ഉണ്ടാക്കപ്പെടുന്നത്. അതിനു മുമ്പ് 1923 ബ്രിട്ടീഷ് കാലത്ത് മുസ്ലിം നിയമം എന്നതിൻ്റെ പരിധിയിലാണ് വഖഫിൻ്റെ വിഷയം കൂടി വന്നിരുന്നത്. അതിനുശേഷം വഖഫിന് മാത്രമാക്കി പ്രത്യേക നിയമം വന്നു. പിന്നെയും കുറേ ഭേദഗതികളൊക്കെ നടന്നു. 1984, 64, അവസാനം 1995, 2013 വരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതിയിൽ 40ഓളം ഭേദഗതിയാണ് 2024 പുതിയ ബില്ലിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 40ഓളം ഭേദഗതികൾ. ഈ 40ഓളം ഭേദഗതികൾ എന്ന് പറയുമ്പോൾ ആ ഓരോ ഭേദഗതികളെയും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും, മുമ്പൊക്കെ ഈ ഭേദഗതികൾ വരുത്തിയിരുന്നത് വഖഫിൻ്റെ പ്രാധാന്യം, അത് നിയ്യത്താക്കിയ ആളുകളുടെ സതുദ്ദേശം, അത് സാർത്ഥകമാകാൻ വേണ്ടി കൂടുതൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ വരുത്തുകയായിരുന്നു ചെയ്തത് എങ്കിൽ, ആ ഭേദഗതി വരുത്തുന്ന സമയത്ത് മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട്, മുസ്ലിം പാർലമെൻറ്റേറിയന്മാരുമായിട്ട് ഗൗരവതരമായ ചർച്ചകളൊക്കെ മുമ്പ് നടന്നിരുന്നു എങ്കിൽ ഇന്ന് JPCയിൽ വരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയോഗിച്ചിട്ടില്ല എന്നതൊരു വിഷയം. മാത്രവുമല്ല, ഇതൊരു മുസ്ലിം വിഷയമാണ്. അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ സംഘടനകളുമായി, മുസ്ലിം പ്രതിനിധാനം നിർവഹിക്കുന്ന സംരംഭങ്ങളുമായി കൂടിയാലോചിക്കണം എന്ന നിഷ്കർഷയും അതിൽ സെൻട്രൽ ഗവൺമെൻറ് നിർവഹിച്ചിട്ടില്ല എന്നതും നമുക്കറിയാം. പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇത്രമേൽ പ്രയാസമായി തീരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഭേദഗതികളിലെ നിർദ്ദേശങ്ങളാണ്. അതിലൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, അതിലെ 39ാമത്തെ വകുപ്പ് പ്രകാരം സർവേ കമ്മീഷന്റെ അധികാരം കളക്ടറിലേക്ക് മാറ്റുകയാണ്. അഥവാ ഇതിൻ്റെ വഖഫ് ബോർഡിനായിരുന്നു അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടുണ്ടെങ്കിലും സ്വതന്ത്രമായ സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ആ വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് കൂറ് പുലർത്തുന്ന, വഖഫിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന, ഇത് ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു ബോഡിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അതിലേക്ക് അമുസ്ലിങ്ങൾ, 2 അമുസ്ലിങ്ങളെ നോമിനേഷൻ നടത്തുക എന്ന് പറയുക. അതേപോലെ തന്നെ 39ാമത്തെ വകുപ്പ് പ്രകാരം സർവേ കമ്മീഷണർ അധികാരം കളക്ടറിലേക്ക് മാറ്റുക. കളക്ടറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുവഴി എന്ത് ചെയ്യാണ്, ഭരണപക്ഷ അതേപോലെ തന്നെ ഭരണകൂട താല്പര്യങ്ങൾ കടന്നു വരാനും കൈകടത്തൽ നടത്താനുള്ളൊരു ആയിട്ടൊരു മാർഗമായിട്ട് അത് ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു. പിന്നെ വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ പാരമ്പര്യം ഉണ്ടാകണം. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ, ആ മുസ്ലിം അരമണിക്കൂർ മുമ്പ് മുസ്ലിം ആയി കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം തന്നെ അസറ്റ് ഉണ്ട് എങ്കിൽ വഖഫ് ചെയ്യാവുന്നതാണ്. 1/3 അള്ളാന്റെ മാർഗത്തിൽ സദഖ ജാരിയായി നിലക്കാക്കുക. പക്ഷേ 5 വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതേപോലെ തന്നെ 2 അമുസ്ലിങ്ങളെ അതിൽ ഉൾപ്പെടുത്തണമെന്ന്. ഇവിടെ ഓരോ മതവിഭാഗത്തിനും വഖഫിനൊക്കെ സമാനമായിട്ടുള്ള പല ബോഡികളുണ്ടാകും അല്ലെ. ദേവസ്വം ബോർഡുകളുണ്ട്, ദൈവത്തിനുള്ള ബോഡികൾ എന്നുള്ള നിലക്ക് അത് തിരുവിതാംകൂർ ദേവസ്വം, അതേപോലെ മലബാർ ദേവസ്വം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ അസറ്റ് സമ്പത്ത്, ഇതൊക്കെ ഭരണഘടനയുടെ എൻ്റെ ഓർമ്മയിൽ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദം അനുസരിച്ച് ഇന്ത്യയിലെ സെക്കുലറിസം അനുസരിച്ച് ഓരോ മതവിഭാഗത്തിനും അവരുടെ സമ്പത്തും അനുഷ്ഠാനവും ആരാധനകളും ആചരിക്കുവാനുള്ള മൗലികാവകാശം തന്നിട്ടുണ്ട്. അതിനു മേലുള്ള കൈകടത്തലാണ്. മാത്രവുമല്ല, ഈ നിലവിലെ ഈ ഭേദഗതിയിലൂടെ വരുന്ന നിയമം, ഭേദഗതിയാണ്, നിയമമായിട്ടില്ല, ആ ബില്ലിൽ വന്നതനുസരിച്ച് ആ വഖഫിൻ്റെ 3 തരങ്ങളിലേക്കും അതിനെ പൊളിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകൾ അതിലുണ്ട്. സാധാരണ നിലവിലുള്ള നിയമത്തിൽ അതിനെ 3 തരത്തിൽ, ഒന്ന് വഖഫ് ബൈ ഡീഡ് എന്നാണ്, രേഖയുടെ അടിസ്ഥാനത്തിലുള്ള വഖഫ്, വഖഫ് ബൈ ഓറൽ, വാക്കാലുള്ള വഖഫ്, വഖഫ് ബൈ യൂസർ അഥവാ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള വഖഫ് എന്ന നിലക്ക്. അതിൽ ഈ രേഖകളുടെ വഖഫ് മാത്രമായി പരിമിതപ്പെടുത്തി, രേഖ ഉണ്ടെങ്കിലേ വഖഫ് ആകുകയുള്ളൂ എന്ന്.
ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓറലായ വഖഫ് ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫായി പരിഗണിക്കപ്പെടുകയില്ല. അത് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധാണ്. രേഖകളിലൂടെയും വഖഫ് നേരാം, അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടും വഖഫാക്കാം. മാത്രവുമല്ല ഇവിടെ കോടിക്കണക്കിന് രൂപ 15 ലക്ഷം കോടിയുടെ അസറ്റാണ് ഇന്ത്യയിൽ വഖഫിലുള്ളത്. 15 ലക്ഷം കോടിയുടെ അസറ്റ്. അതിൻ്റെ കംപ്ലീറ്റ് രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ രേഖകൾ മുഴുവനായി ലഭ്യമാവുകയില്ല. ഇത് ഈ നിയമ ഭേദഗതി നടത്തുന്ന ആളുകൾക്കും അറിയാം. കാരണം ഇതിൻ്റെ തിക്തഫലം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അണിയറ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടവും അറിയേണ്ടത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വികാരം കൂടിയാണ്. കാരണം എന്താ, ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ആ ബാബരിക്ക് സമാനമായിട്ട് കാശിയും മധുരയും ഗ്യാൻവാപ്പിയിലേക്കുമൊക്കെ കടന്ന് അവകാശവാദം ഉന്നയിച്ച് പൂർവ്വസൂരികൾ വഖഫ് നൽകിയ മണ്ണിൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദുകളും ബാബരിക്ക് സമാനമായി മുറിവുകളിൽ നിന്ന് മുറിവുകളിലേക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിലല്ല ഒരു സെക്കുലർ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു മതവിഭാഗത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. എന്നിട്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഒക്കെ പറയുന്നത് ഞങ്ങൾ സാച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെന്ന്. സാച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൊന്നും ഇതിൻ്റെ അധികാരങ്ങൾ കലക്ടർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എവിടെയും ആ റിപ്പോർട്ടിൽ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, സാച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് പലതും അന്യാധീനപ്പെടാനുള്ള കാരണം ഗവൺമെന്റിന്റെ ഏജൻസികൾ അടക്കമുള്ള കയ്യേറ്റങ്ങളാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതും കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഈ വിഷയത്തിൽ വളരെ ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 32 വഖഫ് ബോർഡുകൾക്ക് കീഴിൽ 9.4 ലക്ഷം കോടി 9.4 ലക്ഷം ഏക്കർ ഭൂമി വഖഫുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന് ഇന്ത്യയിലുണ്ട്. അതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങളുടേത് പിടിച്ചടക്കിയതാണ് എന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണവും സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. ഒരിക്കലും വഖഫ് പിടിച്ചടക്കപ്പെടുന്ന ഒന്നല്ല, അത് സ്വമേധയാ കൊടുക്കുന്നതാണ് എന്നും മാത്രമല്ല പകുത്തു കൊടുക്കപ്പെട്ട ചരിത്രമാണ് ഇന്ത്യയിലെ വഖഫിലുള്ളത്. എത്രമേൽ നമ്മുടെ സ്റ്റേറ്റിലടക്കം വഖഫിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല അതിൻ്റെ ആദായം ലഭിക്കുന്നത്, മറിച്ച് ഇസ്ലാമികേതര സമൂഹത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് സമർത്ഥിക്കുവാൻ സാധിക്കും. അതിൽ കേരള വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരെ പറഞ്ഞതനുസരിച്ചും അവർ സാഹചര്യത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചതനുസരിച്ചുമൊക്കെ കാണുവാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബം, ആ മലപ്പുറം ജില്ലയിലെ ഒരു ആശാരി കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രം വഖഫ് ഭൂമിയിലാണ് എന്ന് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കപ്പെട്ടപ്പോൾ ഇനി അതൊരു വിവാദത്തിലേക്കും വിഷയത്തിലേക്കും പോകണ്ട എന്ന നിലക്ക് തൽക്കാലത്തേക്ക് ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കപ്പെട്ടു. അത് പുതിയ കാലത്ത് ആവശ്യമായിരിക്കാം. മൈത്രി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദം വിഷയം ഉണ്ടാക്കണ്ട, അതല്ലാത്ത അസറ്റ് തന്നെ ഉണ്ടല്ലോ എന്ന നിലക്ക്. അതേപോലെ തന്നെ പുനലൂരിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ സെമിത്തേരിയിലേക്ക് ചെറിയൊരു വഴിയാണുള്ളത്. അതിൽ അവരാവശ്യപ്പെട്ടു ആംബുലൻസ് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ നൽകണം. ആ വഴി തന്നെ വഖഫ് ഭൂമിയിലാണ്. പക്ഷേ വഖഫ് ബോർഡ് കൂടിയിട്ട് അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, പിടിച്ചെടുക്കപ്പെട്ട ചരിത്രമല്ലുള്ളത്, പകുത്തു കൊടുക്കപ്പെട്ട ചരിത്രമാണുള്ളത് എന്ന്. ഫറൂഖ് കോളേജ് ആകട്ടെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആകട്ടെ, ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളും യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളുമാകട്ടെ, അതേപോലെ തന്നെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വലിയ സംഭാവനകൾ വിദ്യാഭ്യാസ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന പല സ്കൂളുകളും കോളേജുകളുമാകട്ടെ, ആ കോളേജുകളൊക്കെ വഖഫ് ഭൂമിയിലാണ് എന്ന യാഥാർത്ഥ്യം ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിനും ഭരണകൂടത്തിനുമൊക്കെ അറിയാവുന്നതാണ്. ആ വഖഫ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട കോളേജുകളിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഫറൂഖ് കോളേജിൽ മുസ്ലിം സമുദായത്തിൻ്റെ മക്കൾ മാത്രമല്ല പഠിക്കുന്നത്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും പഠിക്കുന്നുണ്ട്. പൂർവ്വസൂരികൾ നൽകിയ വഖഫ് സ്വത്ത് ഒരിക്കലും ഈ രാജ്യത്തിനെതിരല്ല, അന്യമതസ്ഥർക്ക് എതിരല്ല, മറിച്ച് എല്ലാ വിഭാഗത്തിൻ്റെയും നന്മക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. രാഷ്ട്രത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുന്നത്. ഈ നന്മയാണ്, ഈ ഗുണകാംക്ഷയാണ് ഭേദഗതിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കേണ്ടത് എന്നുകൂടിയാണ് സവിനയം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ തന്നെ ഇത് ഏറ്റെടുത്ത ആളുകൾ, വഖഫ് ബോർഡിൽ അംഗങ്ങൾ വടി കൊടുത്തടി വാങ്ങരുത്, ആയുധം കൊടുക്കരുത് എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ വലിയ അപാകതയാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ കഴുക കണ്ണുമായിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന നിലയ്ക്ക് ഏതെങ്കിലും ന്യൂനതകൾ ഒപ്പി നടന്ന് ആ നിയമത്തെ വീണ്ടും പുതുക്കുക എന്ന പേര് പറയാനുള്ള അവസരം
തീർച്ചയായിട്ടും വഖഫിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, അതിൻ്റെ അധികാരികളിൽ നിന്ന് ഉണ്ടാകാനും പാടില്ല, വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇത്തരത്തിലുള്ള ഭേദഗതികളുമായിട്ട് പലരും കാത്തിരിക്കുന്നു എന്നുകൂടി കരുതേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ഉമ്മത്തിന് അനുഗ്രഹീതമായി ലഭിക്കപ്പെട്ട സർവ്വ സംവിധാനങ്ങളെയും സംരക്ഷിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ സാധ്യതകൾ രൂപപ്പെടുത്തിയെടുക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, പൂർവ്വസൂരികൾ ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള, വഖഫാക്കിയിട്ടുള്ള, നിർത്തിയിട്ടുള്ള, സദഖാ ജാരിയ നിയ്യത്തിൽ നീക്കി വെച്ചിട്ടുള്ള എല്ലാത്തരം സമ്പത്തുകളിൽ നിന്നും അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ നാഥ. അതിന് നീ തുടർച്ച ഉണ്ടാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണമേ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. രോഗാതുരമായ പ്രയാസങ്ങളുമായി ചികിത്സയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ അള്ളാഹുവെ, അവർക്ക് നീ ശമനം നൽകണമേ. മാറാവ്യാധികളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ സംരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് സിറിയയിലേക്ക്, ലബനാനിലേക്ക്, പല വിധത്തിൽ അസ്വസ്ഥതകളിലേക്ക്, വംശീയ ഉന്മൂലനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പടപ്പുറപ്പാടുകൾ, ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥ, സംരക്ഷണം നൽകണമേ നാഥ. ഈ ലോകത്തെ നശ്വര ജീവിതം അവർ അള്ളാഹുവെ കൊല്ലപ്പെട്ട് പിരിയുന്ന സമയത്ത് ഷഹാദത്ത് നൽകി അനശ്വരമായ സ്വർഗ ഷഹാദത്തിലേക്ക് അവരെ നീ എത്തിക്കണമേ നാഥ. അള്ളാഹുവെ, പോരാളികൾക്ക് നീ വിജയം നൽകണമേ നാഥ, സ്ഥൈര്യം നൽകണമേ നാഥ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്